This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational purpose only. Are you afraid of the dark? Are you scared? I can see you from behind. Hi friends, it's me Royal Israel. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ്. ഡാർക്ക് വെബ് അഞ്ചാം പാതിര എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ഹിറ്റായ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ പിന്നെ എല്ലാവരുടെയും ഇടയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഡാർക്ക് വെബ്. അതോടൊപ്പം തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്ക് വെബിനെ കുറിച്ചല്ല പറയേണ്ടത്, നമ്മൾ ഡാർക്ക് വെബിൽ കയറി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സമയം കളയാനില്ല, പറഞ്ഞു വെറുപ്പിച്ച് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, ഞാനിവിടെ ഉപയോഗിക്കേണ്ടത് കാളി ലിനക്സ് OS ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ടോർ ബ്രൗസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡാർക്ക് വെബിൽ കയറണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സംഭവമാണ് ടോർ ബ്രൗസർ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടോർ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം വിൻഡോസും അതുപോലെ തന്നെ മാക് OSും ലിനക്സും ആൻഡ്രോയിഡും ആണ് ടോർ ബ്രൗസർ ഉള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ വരെ നമുക്ക് ഡാർക്ക് വെബിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ലിനക്സിനുള്ളത് തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ വിൻഡോസിനേക്കാളും ഇരട്ടിപ്പണിയാണ് കാളി ലിനക്സിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടോർ ബ്രൗസർ. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. നമുക്ക് സിപ്പ് ഫയലായിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യട്ടെ. ഓക്കെ, സംഭവം എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞു. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ആയ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ ഈ ഒരു സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആവുക ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ കാളി ലിനക്സ് റൂട്ടഡ് ആണ്, അതുകൊണ്ട് സപ്പോർട്ട് ആവില്ല എന്ന് പറയണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ക്ലിയർ ചെയ്തിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ആരും ഡാർക്ക് വെബിൽ കയറി ഉടായ്പൊന്നും കാണിക്കാൻ നിൽക്കരുത്. എങ്ങനെ പോയാലും പിടി വീഴും, അത് 100% ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ ടോർ ബ്രൗസർ ഫിനിഷ് ആയിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം പിടിക്കും ഒന്ന് നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഡാർക്ക് വെബിലേക്കുള്ള വഴി എന്ന് തന്നെ പറയാം. നമ്മുടെ ഗൂഗിളിൻ്റെ പോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിനാണിത്. അപ്പോൾ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓണിയനായിട്ടുള്ള സൈറ്റ് അടിച്ചു കൊടുക്കേണ്ടത്, അതായത് ഡാർക്ക് വെബിൻ്റെ സൈറ്റ്. ഞാനിതിൽ ചുമ്മാ GTA എന്ന് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നെതർലാൻഡ്സും ജർമ്മനിയും യുണൈറ്റഡ് കിങ്ഡം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സെർവർ വേണ്ടത്. അതായത് പല പല സ്ഥലത്ത് പോയിട്ടാണ് നമ്മുടെ IP അഡ്രസ്സ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഞാനിനി ഇവിടെ ഒരു ഡാർക്ക് വെബിൻ്റെ സൈറ്റ് അടിച്ച് നോക്കിയാണ്, ഒരു സെർച്ച് എഞ്ചിൻ സൈറ്റ്. കിട്ടുമോയെന്ന് അറിയില്ല, ചില സമയത്ത് മാത്രം സെർവർ കണക്റ്റ് ആവുള്ളൂ. ഓക്കെ ഗായ്സ്, ടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചുമ്മാ ഒന്ന് GTA എന്ന് അടിച്ചു കൊടുക്കണേ. കണ്ടോ, ഇപ്പോൾ മൊത്തത്തിൽ മാറി. അതായത് നമ്മുടെ ഗൂഗിളിൽ നിന്നുള്ള ആ ഒരു ഇൻ്റർഫേസ് ഒക്കെ മാറി വേറൊരു ലെവലിലേക്ക് പോയിരിക്കണം. കാരണം ഇതൊരു ഡാർക്ക് വെബിൻ്റെ സെർച്ച് എഞ്ചിനാണ്. എനിക്ക് ഈ ഒരു ലെവലിലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കുറേ സെർവറിൽ കണക്റ്റ് ആയിട്ടാണ്, വേറെ വേറെ രാജ്യത്തെ കണക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സൈറ്റ് കിട്ടിയിരിക്കുന്നത്. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആണെന്നൊരു ഗുഡ് ബൈ. ആം റോഡി സിൽവ, സൈനിങ് ഔട്ട്.